ഇവിടെ രണ്ട് മീനുകൾ നീന്തി കളിക്കുന്നതാണ് കാണുന്നത്. ഇവർ രണ്ടുപേരും ശരിക്കും ഭാര്യയും ഭർത്താവുമായിരുന്നു. അതിൽ പെൺമീൻ മുട്ടയിട്ടിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഇവർ ഗുഹയിലേക്ക് വരുന്നു. ഇവരാണെങ്കിൽ ഒരുപാട് സന്തോഷത്തിലാണ് അച്ഛനും അമ്മയും ആകാൻ പോകുന്ന കാര്യങ്ങൾ ഓർത്തിട്ട്. അങ്ങനെ ഇവർ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മുകളിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഇവർ മുകളിൽ വന്ന് നോക്കുമ്പോൾ അവിടെ ഒന്നും ആരെയും കാണുന്നുണ്ടായിരുന്നില്ല. എന്ത് പറ്റിയെന്നറിയാൻ നിൽക്കുമ്പോഴാണ് അവിടെ ഒരു ഭീകരനായ ഒരു മീൻ നിൽക്കുന്നത് കാണുന്നത്. അമ്മമീൻ അപ്പം തന്നെ മനസ്സിലായി അവർ കുഞ്ഞുങ്ങളെയാണ് നോട്ടമിട്ടിരിക്കുന്നതെന്ന്. അപ്പോൾ തന്നെ അമ്മമീൻ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് പോകുന്നു. അപ്പോഴേക്കും ആൺമീനുമായിട്ട് ഈ ഭീകരനായ മീൻ അടി തുടങ്ങുന്നു. നിർഭാഗ്യവശാൽ ആ ആൺമീനെ അടിച്ചു നുറുക്കി ഒരു പരുവാക്കി ബോധം കെട്ടി താഴെ ഇട്ടു. പിന്നെ അവൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അവളുടെ ഇരുട്ടായിരുന്നു. ഭാര്യനെയും കാണുന്നുണ്ടായിരുന്നില്ല. അവൻ അങ്ങനെ മുട്ടയിട്ടിരിക്കുന്ന ഗുഹയിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ഒരു കുഞ്ഞുങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. അവന് സങ്കടം സഹിക്കാൻ കഴിയാതെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് താഴെ ഒരു മുട്ട കിടക്കുന്നത് കാണുന്നത്. അവൻ അരികത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛൻ നിന്റെ കൂടെ ഉണ്ട് നീമോ എന്ന് പറയുന്നു. അങ്ങനെ ആ കുഞ്ഞു മീനിന്റെ പേര് നീമോ എന്നായി. കുറെ കാലങ്ങൾക്ക് ശേഷമാണ് പിന്നെ കാണിക്കുന്നത്. നമ്മുടെ നീമോ അങ്ങനെ വലുതായി, സ്കൂളിൽ പോകാനൊക്കെ പ്രായമായിട്ടുണ്ട് അവന്. ഇവിടെ നമ്മുടെ നീമോയുടെ ചെറുക്ക് അവന്റെ അത്രയും ഉണ്ടായിരുന്നു, ഒരെണ്ണം ചെറുതുമായിരുന്നു. അതുകൊണ്ട് അച്ഛനാണ് അവനെ എപ്പോഴും ഹെൽപ്പ് ചെയ്യാറുള്ളത് നീന്താൻ വേണ്ടി. ഇവന്റെ അച്ഛനാണെങ്കിൽ ഇവനോട് ഭയങ്കര ശ്രദ്ധയായിരുന്നു. അതുകൊണ്ട് എപ്പോഴും ഇവന്റെ കൂടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരങ്ങനെ സ്കൂളിലേക്ക് എത്തുന്നു. സ്കൂളിൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയാണ് അവിടെ ഉള്ളവരോട്. അങ്ങനെ അവിടേക്ക് അവരുടെ സാറ് വരുന്നു. എല്ലാവരെയും സാറ് മുഖത്തേക്ക് കയറ്റുന്നു. നീമോയും കയറുന്നു. നീമോയോട് ചോദിക്കുന്നുണ്ട്, നീ പുതിയ ആളാണോ, നിന്റെ പേര് എന്താണെന്നൊക്കെ. ആ സമയത്തിനുള്ള അവന്റെ അച്ഛനോടെ വന്ന് പറയുന്നു, അവനെ സൂക്ഷിച്ചോളണം, അവന് നീന്താനൊന്നും പറ്റത്തില്ല എന്ന് പറയുന്നു. അങ്ങനെ അവരവിടെ നിന്നും പോയി. അപ്പോഴാണ് നീമോയുടെ അച്ഛൻ അറിഞ്ഞത് ഇവർ ഉൾക്കടലിലേക്കാണ് പോയത് എന്ന്. കുട്ടികളും എല്ലാം അങ്ങനെ ഉൾക്കടലിന്റെ അടുത്തേക്ക് എത്തുന്നു. അവിടെ 3 കുരുത്തങ്കെട്ട പിള്ളേരും കൂടെ ചേർന്ന് എങ്ങോട്ടോ പോകുന്നു. ഇത് കണ്ട് നീമോയും അവരുടെ കൂടെ പോകുന്നുണ്ട്. ഇവരങ്ങനെ ഉൾക്കടലിന്റെ അടുത്തെത്തുന്നു. ഈ 4 പേരും കൂടെ ചേർന്ന് അവരവിടോട്ട് നോക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു ബോട്ടിനെ കാണുന്നുണ്ട്. എന്നിട്ട് ഇവർ കൗതുകത്തോടെ പറയുന്നുണ്ട് ആരതിൽ തൊടുമെന്നൊക്കെ. പക്ഷെ ആരും അതിന്റെ അടുത്തേക്ക് പോലും പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്ക് നീമോയുടെ അച്ഛൻ അവിടെ വന്ന് അവന് ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. നിനക്കിതൊന്നും നീന്താൻ പറ്റത്തില്ല എന്ന് അറിയത്തില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ ഇതെല്ലാം കേട്ട് അവൻ ഒരുപാട് വിഷമമാകുന്നു. അവനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നത്. എല്ലാവരെയും കാണിച്ചു കൊടുക്കാമെന്നുള്ള രീതിയിൽ ഇവനാണെങ്കിൽ ബോട്ടിന്റെ നേരെ പോകുന്നു. ഏകദേശം ബോട്ടിന്റെ അടുത്ത് എത്തുന്നു. അച്ഛൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, നീ ആ ബോട്ടിൽ തൊട്ടാൽ നിന്റെ കൈയും കാലും നുറുക്കി ഞാൻ കാക്കയ്ക്ക് ഇട്ടുകൊടുക്കുമെന്ന്. അവൻ കേൾക്കാതെ അതിൽ തൊടുന്നു. ഇനി കാക്കയ്ക്ക് ഇട്ടുകൊടുത്താലോ എന്ന് പേടിച്ച് അവൻ തിരിച്ച് വരാൻ നിൽക്കുമ്പോഴാണ് അവിടെ പുറകിൽ ഒരു ഭീകരനായ ഒരു മനുഷ്യൻ വന്ന് നിൽക്കുന്നത്. അവൻ വന്ന ഉടനെ തന്നെ അവൻ അച്ഛാന്ന് വിളിച്ചപ്പോഴത്തെ അച്ഛൻ രക്ഷിക്കാൻ വന്നെങ്കിലും അച്ഛന് മുമ്പിൽ ഒരു ഭീകരൻ മനുഷ്യൻ വരുന്നു. അപ്പോഴത്തേക്ക് അവരെല്ലാവരും അവിടെ നിന്ന് പോകുന്നു. നമ്മുടെ നീമോയാണെങ്കിൽ വലയിലാക്കിയും പോകും.